അപ്പോൾ മുത്തുമണീസ് നമുക്കിന്നൊരു അടിപൊളി മീൻകറി നോക്കിയാലോ. നമ്മൾ പാത്രം സ്റ്റൗവിൽ വെച്ച് തീ കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉലുവ, തക്കാളി, കറിവേപ്പില, ചെറിയ ഉള്ളി, പെരുംജീരകം, കുരുമുളക്, പിന്നെ നമ്മൾ കുരുമുളക് അതൊക്കെ കൂടി ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ നമ്മുടെ പാകത്തിന്, അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പാകത്തിന് തേങ്ങ എടുത്ത് തേങ്ങയും കൂടി ആഡാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളായിട്ട് മസാല ആയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെന്താ നമ്മുടെ സാധാ മല്ലിപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മറ്റേ നമ്മുടെ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ, പച്ചമല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ ഞാൻ മല്ലിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ. കാരണം സാധാ മുളക് പൊടി ചേർത്താൽ നന്നായിട്ട് എരിവുണ്ടാവും, പക്ഷേ എന്താ കറി ഒരു കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല, കളറ് കുറവായിരിക്കും. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് മൂന്ന് പൊടികൾ ചേർത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കറി ഒരു ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് പാകത്തിനായി വരുമ്പോഴത്തേക്ക് അതിൽ മീനിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കടുക് വറുക്കാൻ, തൂമിക്കാനാണെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അത് കടുക് തൂമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൂമിച്ച് പാരണയിലേക്ക് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ നല്ലൊരു മണം ഉണ്ടായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് മൊരിയിപ്പിച്ചിട്ട് ചെറിയ ഉള്ളിയും കാശ്മീരി ചില്ലി പൗഡറും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചിട്ട് കറിയിലേക്ക് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റി ആൻഡ് അടിപൊളി മീൻ കറി റെഡിയാണ്. വറുത്തരച്ച കറി പോലെ ഉണ്ടായിരിക്കും, ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.